എനിക്ക് ഈ നാറ്റ് എന്ന കോറിയുടെ സമീപത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നലെ തന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഇന്നലെ 5 മണിക്ക് 5:45 ഇവിടുന്ന് ലോഡും വണ്ടി ഇറങ്ങി വന്നത്. ലോഡും വണ്ടി ഇറങ്ങി വന്നപ്പം ഈ റോഡിന് വെള്ളം ഒഴിക്കുകയോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യാതെ 5 മണി വരെയാണ് പാറക്കാർക്ക് കോറി പ്രവർത്തിക്കാനുള്ള സമയം. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കോറി പ്രവർത്തിക്കാനുള്ള സമയം അത് കണക്കാക്കാതെ ഇന്നലെ വൈകിട്ടൊരു 5:45 കൂടി 3-4 വണ്ടികൾ ഇറങ്ങി വന്ന് ഞങ്ങൾ അന്നേരം വണ്ടിയിൽ തടഞ്ഞ് പറഞ്ഞിപ്പോൾ സമയം എന്തായി, കോറിയുടെ പ്രവർത്തന സമയം ഇപ്പോഴാണോ നിങ്ങൾ ഈ ലോഡ് കൊണ്ടുപോകുന്നത്? ഇനി ഞങ്ങൾക്ക് സാധാരണക്കാരെ ജനങ്ങൾക്ക് സന്ധ്യാസമയത്ത് ഇവിടെ കിടന്നുറങ്ങാം. രാവിലെയും വൈകിട്ടും ഒക്കെയുള്ള ഈ പ്രകമ്പനം എല്ലാം കൊണ്ട് വൈകുന്നേരമെങ്കിലും ഞങ്ങൾക്ക് സ്വസ്ഥമായി ഇച്ചിരി വായു ശ്വസിക്കാനോ മറ്റുള്ള സമാധാനമായിട്ട് ജീവിക്കാനോ ഈ കോറി മുഖാന്തരം ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടോടും വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ജീവിച്ചു പോകുന്നത്. ഓരോ ദിവസവും ഞങ്ങൾക്ക് പേടിച്ചാണ്, സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. 1.5 വർഷമായി ഞങ്ങൾ ഈ സമാധാനപരമായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒക്കെ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ചടയമംഗലം പഞ്ചായത്ത് ഞങ്ങൾക്ക് ഈ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഗ്രാമപഞ്ചായത്ത് എന്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളൊരു ഒരു പരാതി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഒത്തിരി പരാതി ചടയമംഗലം പഞ്ചായത്തിന് കൊടുത്ത്, എന്നിട്ട് അതിനൊന്നും ഒരു ആക്ഷൻ അവരെടുത്ത് കണ്ടില്ല. ഞങ്ങളെ ഇവിടെ ഞങ്ങൾക്ക് 15-ാം വാർഡിലൊരു മെമ്പറില്ല. ഞങ്ങൾക്കൊരാവശ്യം പറഞ്ഞാൽ ഞങ്ങൾ പറയാനായിട്ടൊരു മെമ്പറില്ല. മെമ്പർ 2 മാസത്തെ ലീവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 2 മാസമൊക്കെ കഴിഞ്ഞ് മെമ്പർ പോയിട്ട് അതിന് പകരം ഞങ്ങൾക്ക് പ്രസിഡൻറ്റിനെ ചെന്ന് കാണാമെന്ന് പറഞ്ഞ് പ്രസിഡൻറ്റ് വന്ന് പറഞ്ഞ് ഈ റോഡ് ഒന്നാക്കുന്നതിനെക്കുറിച്ച് 3 മീറ്റർ വീതിയുള്ള ഒരു പഞ്ചായത്ത് റോഡ് ഇവിടെ ഉണ്ട്. ആ പഞ്ചായത്ത് റോഡും കോറി റോഡും കൂടെ ഒന്നാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ പ്രസിഡൻറ്റിനോട് ചെന്ന് പറഞ്ഞു. പ്രസിഡൻറ്റ് പറഞ്ഞ് ഒരു കാരണവശാലും പഞ്ചായത്ത് റോഡ് കോറിക്കാർക്ക് വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് പോലും ഈ പഞ്ചായത്ത് റോഡിലേക്കൂടെ അവർ ചെയ്തത് എല്ലാം കൂടെ ഒന്നാക്കി വെച്ച് അത് 2ആക്കി തരാനൊരു ധാർമ്മിക ഉത്തരവാദിത്വം ചടയമംഗലം പഞ്ചായത്തിനുണ്ട്. ഈ കോറി വന്നതിന് മുന്നിൽ ഞങ്ങൾ കന്നാലി വളർത്തി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾക്കിപ്പം കന്നാലി അഴിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ കന്നാലികളെല്ലാം ഞങ്ങൾ കിട്ടിയ വിലയ്ക്ക് കൊടുത്തിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. കൂലിപ്പ വേല എടുത്തു പോലും ജീവിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധ്യമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളിവിടെ കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വയ്യാത്ത ഒരവസ്ഥ. കുഞ്ഞുങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോയാൽ തിരിച്ച് വൈകിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരാൻ അവർക്ക് പേടിയായി തുടങ്ങി. കാരണം വീട്ടിൽ വന്നാൽ അവർ കാണുന്നത് ഈ പ്രകമ്പനവും, രാവിലെ പോകുമ്പോഴും അത് തന്നെ, രാത്രി ഉറങ്ങുമ്പോഴും അത് തന്നെ, പഠിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ അത്രയ്ക്ക് ഒന്ന് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നത്. കുഞ്ഞുങ്ങൾ പറയുന്നത്, അമ്മ നമ്മളിവിടെ കിടന്നിട്ട് യാതൊരു കാര്യവും ഇല്ല, നമ്മളിവിടെ കിടന്നിട്ട് കാര്യം, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം അമ്മ എന്നാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു സമാധാനമായിട്ട് 5 മണിക്ക് ശേഷം കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണ് ഇവരിങ്ങനെ ഈ വണ്ടികളിങ്ങനെ അവർക്ക് അന്നേരം റോഡിലോട്ട് ഇറങ്ങാനോ മുറ്റത്തോട്ട് ഇറങ്ങാനോ ഒന്ന് കളിക്കാനോ ഒരു പന്തങ്ങോട്ട് എടുത്ത് പോയാൽ എടുക്കാനോ ഒരു സ്വാതന്ത്ര്യം അവർക്ക് ഇല്ല. ഈ 5 മണിക്ക് ശേഷവും ഇങ്ങനെ കോറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ഇറങ്ങി വന്ന ലോഡ് അവർ ഈ പാസ് മുഖേനയാണ് ലോഡ് വിട്ടത്. ഇന്നലെ ഞങ്ങൾ വണ്ടി തടഞ്ഞത് 5:35 ഞങ്ങൾ വണ്ടി 5:45 ഞങ്ങൾ വണ്ടി തടഞ്ഞ്. അപ്പോഴും ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് പാസ് ഈ പാസ് എന്നാണ് പറഞ്ഞ് അടിച്ചു കൊടുത്തേക്കുന്നത്. സാധാരണ പാസ് ഈ പാസ് എന്തുവെന്ന് വെച്ചാൽ ഈ സാധാരണക്കാരായ എന്നെപ്പോലുള്ള മനുഷ്യർക്ക് അറിയത്തില്ല ഈ പാസ് എന്തുവാന്ന്. ഒരു പാസിൻ്റെ പുറത്ത് വേറൊരു പാസ് കൊടുത്ത് ആ പാസിനകത്ത് അവർ കാണിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 13 ടണ്ണാണ് കാണിച്ചിരുന്നത്. 13 ടൺ. പക്ഷേ ആ വണ്ടി എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ 55 ടണ്ണിൽ കൂടുതൽ ആ വണ്ടിയിൽ വെയിറ്റ് ഉണ്ട്. 55 ടൺ കൂടുതൽ അതുണ്ട്. അങ്ങനെയാണ് ഇവിടുന്ന് ലോഡ് ഇറങ്ങിപ്പോഴുന്നത്. ഇവർക്ക് ഒരു ദിവസം കൊണ്ടുപോകാമെന്ന് വെച്ചാൽ പാറയെന്ന് വെച്ചാൽ 372 മെട്രിക് ടണ്ണാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷേ അവർ കൊണ്ടുപോകുന്നത് ഇതൊന്നുമല്ല. ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നൊരു 120ഓളം വണ്ടികൾ ഇവിടുന്ന് അവർ ലോഡ് പോയി. 120ഓളം വണ്ടികൾ. പക്ഷേ എന്നാൽ ഈ റോഡെന്ന് പറഞ്ഞാൽ വെട്ടിപ്പൊളിച്ച ഭാഗമല്ല അവർ ചെയ്ത്. എവരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന താഴ്ന്ന ഭാഗം കംപ്ലീറ്റ് കൊണ്ട് കോറി വേസ്റ്റും പാറകളും ഇട്ടിട്ട് പൊക്കിയിട്ട് അവർക്ക് കോറിക്ക് അനുകൂലമായി വണ്ടി 2 ഭാഗത്തൂടെയും വണ്ടി പോകാനുള്ള ഇതിന് വേണ്ടിയിട്ട് അവർ റോഡ് ഒന്നാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ആരോട് പറയാനാണ്? ഡെയിലി ഇവിടെ ഓരോ ദിവസവും ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി പോവുകയാണ് ഇവിടുത്തെ ഈ ജനങ്ങൾ. എന്ന് പറഞ്ഞാൽ സാധുക്കളായ ജനങ്ങളാണ് ഈ കണ്ണമ്പാറ എന്ന് പറയുന്ന ഭാഗത്ത് ജീവിക്കുന്നത്. ഇത് വലിയ ഉദ്യോഗസ്ഥന്മാരോ മറ്റുള്ള ആൾക്കാരോ ഇവിടെ ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടി ചെന്ന് പഞ്ചായത്ത് സംബന്ധിച്ചാലും പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു നീതിയും ലഭിക്കുന്നില്ല.
ഞങ്ങൾ സാധുക്കൾ പറയുന്ന ഒന്നും അവർ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. കാരണം 6-ാം തീയതി വൈകുന്നേരത്തും ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഇവിടെ ടാറിങ് ഉണ്ട്. ഈ പഞ്ചായത്ത് റോഡ് ടാറിടാൻ ആരും കൊടുത്തിട്ടില്ലെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. എന്ന് വെച്ചാൽ വേട്ടാഞ്ചിറ, കണ്ണമ്പാറ, വർഗാഞ്ചം പോണ റോഡ് ടാറിടാനായിട്ട് ആരും കൊടുത്തിട്ടില്ല. ഇവിടെ മൊത്തം പഞ്ചായത്തിൽ നിന്ന് കോൺക്രീറ്റ് ഇട്ടിരുന്നതാണ്. ആ കോൺക്രീറ്റ് എല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് ഇവർ വീതി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ റോഡ് അവരാണെങ്കിൽ ടാറിങ്ങിന് വന്നു. ടാറിങ്ങിന് എന്ന് പറഞ്ഞാൽ ഈ റോഡ് നേരത്തെ ടാറിങ് ചെയ്ത് കഴിഞ്ഞാൽ 3 മീറ്റർ വീതിയിലുള്ള ടാറിങ്ങാണ് ഉള്ളത് പഞ്ചായത്തിൽ നിന്ന്. എന്നിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവർ 7 മീറ്ററോളം താറിട്ട് കാരണം ഇവിടെ വണ്ടി സ്റ്റേ ആക്കാൻ, വീട്ടിൻ്റെ മുമ്പിലും കാര്യങ്ങൾ സ്റ്റേ ആക്കാൻ. ഈ ടാറിങ് ചെയ്യുന്ന സമയത്ത് വലിയ റോളർ വന്നു, ഇത്രയും പ്രസ്സിങ് ചെയ്യുന്ന റോളർ. അന്നേരം ഡോർ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് ഈ വീട്ടിനോട് ചേർന്നുള്ള മതിൽക്കെട്ടിൽ ഇത് ഇടരുത് എന്ന് പറഞ്ഞു. അന്നേരം അവർ കേട്ടില്ല. അവർ മതിലിനോട് ഇടുകയും ഈ റോളർ വിട്ടുന്ന സമയത്ത് 3 പൊട്ടുകയും ചെയ്തു. ഈ വിവരം അവരോട് പറഞ്ഞത് ചെയ്യരുത്, നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അന്നേരം എന്ന് പറഞ്ഞാൽ ഈ പാറക്കോറിക്കാർ കുറേ ഡ്രൈവർമാരെ വിളിച്ചു, ഗുണ്ടായിസം കാണിക്കുന്ന ഡ്രൈവർമാരെ വിളിച്ചു. അവർ നമ്മളെ വന്നിട്ട് ഇത് തടയുകയും അടിക്കുകയും ചീത്ത അസഭ്യങ്ങൾ വിളിച്ച് പറയുകയാണ് ഇവിടെ ചെയ്തത്. 5:30 കഴിഞ്ഞിട്ട് 5:44 സമയം. അപ്പോഴും വണ്ടി ഇറക്കി, ലോഡും വണ്ടി ഇറക്കി വിടുക. അങ്ങനെ സഹിക്കാൻ വയ്യാഞ്ഞാണ് ഞങ്ങൾ കുറേ പേരിറങ്ങി തടഞ്ഞത്. രാവിലെ 6 മണിക്ക് 5:30 തൊട്ട് വണ്ടികൾ കയറി പോകുന്നു, ഇറങ്ങി വരുന്നു. ഞങ്ങൾ ഈ പരിസരത്ത് താമസിക്കുന്ന ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്ന ഞങ്ങൾ തടഞ്ഞിട്ട വണ്ടികൾക്ക് ഒന്നിനും ബുക്കുമില്ല, പേപ്പറും ഫിറ്റ്നസ് ഉണ്ട്, പക്ഷേ ടാക്സ് അടച്ചിട്ടില്ല, PUCC ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള വണ്ടികളാണ് ഈ വന്നത്, ഇന്നലെ പിടിച്ചിട്ടത്. അങ്ങനെയാണ് ഇന്നലെ വണ്ടി തടഞ്ഞതും. ഇവർക്ക് ഒരു ദിവസം 372 മെട്രിക് ടൺ മാത്രമേ കൊണ്ടുപോകാനുള്ള അനുവാദമുള്ളൂ. എന്നിട്ട് ഇവർ ഒരു ദിവസം കൊണ്ടുപോകുന്നത് ഇന്നലെ തന്നെ കൊണ്ടുപോയത് 1300 സംതിങ്, അതിൽ കൂടുതൽ കൊണ്ടുപോയി അവർ. പിന്നെ അത് പാസ്സോട് കൂടി. ഈ പാസ് ഇല്ലാതെ ഇവർ ഇവിടുന്ന് അതിൻ്റെ ഇരട്ടിയാണ് കടത്തുന്നത്. അത് ഈ പഞ്ചായത്ത് റോഡിൽ കൂടെ. ഈ പഞ്ചായത്ത് റോഡെന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ റോഡാണ്. ഈ റോഡ് മോളിൽ നിന്ന് കോടതി വിധി പ്രകാരം ഈ റോഡ് ടാർ ചെയ്യാൻ ഒന്നാക്കാനുള്ള അനുവാദം ഇല്ല. പക്ഷേ ഇവർ ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ മുകളിലോട്ടുള്ള കണ്ണമ്പാറ മൂലവാരം റോഡ് അവർ ഒന്നാക്കിയാണ് ഇപ്പോൾ ടാർ ചെയ്തിരിക്കുന്നത്. ഈ പഞ്ചായത്ത് അല്ല, അത് തന്നെയല്ല, 372 മെട്രിക് ടണ്ണേ അവർക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത്